നമസ്കാരം. എല്ലാവർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കുകൾ ഫാരഡേസ് ലോ കഴിഞ്ഞു, ലെൻസസ് ലോ, മോഷണൽ EMF, എഡീസ് കറന്റ് വരെ നമ്മൾ കഴിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ അടുത്ത ടോപ്പിക്ക് ഇൻഡക്റ്റൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്: സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. ഈ രണ്ട് ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഈ ഇൻഡക്റ്റൻസ് എന്നുള്ള ടോപ്പിക്കിന് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻഡക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഡക്റ്റൻസ് എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഫിനോമിനയുടെ പേര് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഇൻഡക്ഷൻ എന്നുള്ളത് നോക്കാം. അവിടെ ഫസ്റ്റ് സെന്റൻസ് നോക്കിയാൽ അറിയാം. ദ ഇലക്ട്രിക് കറന്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ബൈ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ അനദർ കോയിൽ ഇൻ ഇറ്റ്സ് വിസിനിറ്റി ഓർ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം കോയിൽ. ഇതാണ് ഇൻഡക്ഷൻ എന്നുള്ള ഒരു ഫിനോമിന പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള നമ്മുടെ എക്സ്പെരിമെന്റ്സ് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ആണ് കറന്റിനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലായിട്ട് നമ്മൾ കണ്ട കുറച്ച് എക്സ്പെരിമെന്റുകളുണ്ട്, ഒരു ചെയിൻ ഓഫ് എക്സ്പെരിമെന്റ്സ്. അത് ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ ഒരു കോയിൽ വെച്ചു, അതിനുശേഷം ബാർ മാഗ്നറ്റ്സ് മൂവ് ചെയ്യിക്കുകയായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാനായിട്ട്. രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മളൊരു കോയിൽ വെച്ചു, അതിന്റെ അടുത്ത് മറ്റൊരു കോയിൽ മൂവ് ചെയ്യിക്കുമായിരുന്നു ചെയ്തിരുന്നത്. ശരിയാണല്ലോ. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റിലേക്കാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് നിങ്ങളെ വീണ്ടും ഒന്ന് റീകോൾ ചെയ്യുന്നത്. ഇനി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അതാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ ഇലക്ട്രിക് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ. അത് നമ്മൾ ഒന്നാമത് ഒരു കോയിൽ വെച്ചു, അവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കോയിലിൽ ഇലക്ട്രിക് കറന്റ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിയേ. ബൈ ദ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ അനദർ കോയിൽ. തൊട്ടടുത്തിരിക്കുന്ന രണ്ടാമതൊരു കോയിലിലെ ഫ്ലക്സ് ചേഞ്ചിന്റെ വേരിയേഷൻ. രണ്ടാമതൊരു കോയിലിലെ ഫ്ലക്സ് ചേഞ്ചിൽ വേരിയേഷൻ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? രണ്ടാമതിരിക്കുന്ന കോയിലിൽ നമ്മൾ ഒരു ഇലക്ട്രിക് കറന്റ് കൊടുക്കണം. ആ ഇലക്ട്രിക് കറന്റ് കാരണം അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം ഒന്നാമത്തെ കോയിലില് ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. രണ്ട് കോയിലുണ്ട്. ഒന്നാമത്തെ കോയിൽ നമ്മുടെ സബ്ജക്ട് കോയിലാണ്. ഇതിലാണ് നമ്മുടെ ഇലക്ട്രിക് കറന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അതിന്റെ വിസിനിറ്റിയിൽ രണ്ടാമതൊരു കോയിൽ ഇരിപ്പുണ്ട്. ഈ രണ്ടാമതിരിക്കുന്ന കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം ഒന്നാമത്തെ കോയിലിൽ കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെൽഫ് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒന്നാമതൊരു കോയിൽ ഇരിപ്പുണ്ട്, അതിൽ നമ്മൾ കറന്റ് കൊടുത്തിട്ടുണ്ട്. കറന്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കറന്റ് ഉണ്ട്, അതിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം അതേ കോയിലിൽ തന്നെ മറ്റൊരു കറന്റ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ സിമ്പിൾ ആണ്. ഒരു കോയിലുണ്ട്, അതിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കറന്റ് ഉണ്ട്. കറന്റ് ഉള്ളത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് അതേ കോയിൽ ഇരിക്കുന്നത്. ആ സെയിം കോയിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഇരിക്കുന്നത്. ശരിയാണല്ലോ? അപ്പം ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതേ കോയിലിൽ തന്നെ, ആ സെയിം കോയിലിൽ തന്നെ വീണ്ടും മറ്റൊരു കറന്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എവിടെയെങ്കിലും കറന്റ് വേരി ചെയ്യുന്ന കറന്റ് ഉണ്ടെങ്കിൽ ആ കോയിലുകളിലെല്ലാം, ആ വയറിലെല്ലാം ഈ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു കോൺസ്റ്റന്റ് കറന്റ് ഫ്ലോ ചെയ്യാത്ത മറ്റൊരു, ഇപ്പൊ നമ്മുടെ ഇവിടെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു AC കറന്റ് ഒക്കെ നമുക്കറിയാം, അതൊക്കെ ടൈം വേരിയിങ് കറന്റ് ആണ്. അതിലേക്കാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് നമ്മൾ വരുന്നത്. അപ്പം സാധാരണ ടൈം വേരിയിങ് ആയിട്ടുള്ള കറന്റ് എവിടെയുണ്ടോ അവിടെ എല്ലാം സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെയുള്ള കറന്റിന്റെ ടോപ്പിക്കുകളിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ പറയാറില്ല. കാരണം എല്ലാ വയറിലും, എല്ലാ കോയിലിലും, എസ്പെഷ്യലി AC ഓൾട്ടർനേറ്റിംഗ് കറന്റ് പോകുന്ന എല്ലാ കോയിലിലും, അല്ലെങ്കിൽ കറന്റിന്റെ വേരിയേഷൻ വരുന്ന എല്ലാ കേസിലും സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഒരു കോയിലൂടെ കറന്റ് പോകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ പറഞ്ഞു. വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് സ്വന്തമായിട്ട് അതേ കോയിൽ തന്നെ ഇരിക്കുന്നത്, അതേ വയർ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും? സെൽഫ് ഇൻഡക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഇൻഡക്ഷൻ എന്ന പ്രോസസ്സ് രണ്ടെണ്ണം ഉണ്ട്. സെൽഫ് ഇൻഡക്ഷനും ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? ഒരു കോയിൽ ഇവിടെ ഇരിപ്പുണ്ട്, രണ്ടാമത് മറ്റൊരു കോയിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കോയിലിൽ നമ്മൾ കറന്റ് ഉണ്ട്. ആ കറന്റ് കാരണം അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ഒന്നാമതിരിക്കുന്ന കോയിലിൽ അഫക്ട് ചെയ്ത് ആ ഒന്നാമതിരിക്കുന്ന കോയിലിൽ കറന്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലുണ്ട്, അതിന് നമ്മൾ കറന്റ് പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷനിൽ, ആ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് ആ കോയിൽ വീണ്ടും ഇരിക്കുന്നത്.
അങ്ങനെ സ്വന്തമായുള്ള നമ്മുടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം നമുക്കുള്ളിൽ തന്നെ ഒരു കറണ്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ മുമ്പ് ആദ്യം നമ്മൾ ഈ ഒരു കോയിലിൽ ഒരു കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കോയിലിൽ കറണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പം അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ബാക്ക് EMF, ഉണ്ടാകുന്ന EMFനെ നമ്മൾ ബാക്ക് EMF എന്നാണ് വിളിക്കുന്നത്. ബാക്ക് EMF എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്കറിയാം ഒരു കോയിലുണ്ട്, ആ കോയിലിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിനകത്ത് കറണ്ട് ഉള്ളത്. അതിന്റെ ഫലമായിട്ട് അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ആ കോയിൽ ഇരിക്കുന്നത്. അപ്പൊ ആ കോയിലിന്റെ അക്രോസ് വീണ്ടും ഒരു EMF ഉണ്ടാവും. ആ ഉണ്ടാകുന്ന EMF നമ്മൾ ആദ്യമേ സപ്ലൈ ചെയ്ത EMFന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് നേരത്തെ ഇതിനകത്തോട്ട് നമ്മൾ ബാറ്ററി കാരണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പവർ സപ്ലൈ കാരണം ഇതിനകത്തോട്ട് പോകുന്ന കറണ്ടിന്റെ ഡിറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. അതായത് സെൽഫ് ഇൻഡക്ഷൻ കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. ഇപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എപ്പോഴും ഒരു കോയിലിലൂടെ ഒരു കറണ്ട് ഡ്രോൺ ചെയ്യുമ്പോൾ ഡ്രിവൺ ചെയ്യുമ്പോഴത്തേന് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആയിരിക്കും ഈ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്ന സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന കാരണം ഉണ്ടാകുന്ന കറണ്ട് ഇതിനകത്തുള്ളത്. അത് സാധാരണ എല്ലാ കോയിലുകളിലും ഈ കറണ്ട് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ആ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ടാണ് ഞാൻ പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, ഒരു കോയിൽ ഇവിടെ ഇരിപ്പുണ്ട്, രണ്ടാമത് മറ്റൊരു കോയിലുണ്ട്. ഈ രണ്ടാമത്തെ കോയിൽ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നു, അതിനകത്ത് കറണ്ട് ഉണ്ട്, അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം ആദ്യത്തെ കോയിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ കോയിലിന്റെ വേരിയേഷൻ കാരണം അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ആ കോയിൽ ഇരിക്കുന്നത്. അപ്പം ആ കോയിലിന്റെ വേരിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം അതേ കോയിലിൽ തന്നെ ഉണ്ടാകുന്ന EMF ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതേ കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഇതിന്റെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ കൂടി നമ്മൾ നോക്കിയാൽ അറിയാം. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ദ ഇലക്ട്രിക് കറന്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ. ഒരു കോയിലിൽ ഇലക്ട്രിക് കറന്റ് ഇൻഡ്യൂസ് ചെയ്യണം. എങ്ങനെയൊക്കെയാന്ന് നോക്കിയേ. ബൈ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ അനദർ കോയിൽ ഇൻ ഇറ്റ്സ് വിസിനിറ്റി. അതായത് അടുത്തിരിക്കുന്ന ഒരു കോയിലിന്റെ ഫ്ലക്സ് ചേഞ്ച് കാരണം, അടുത്തിരിക്കുന്ന വിസിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു കോയിലിന്റെ ഫ്ലക്സ് ചേഞ്ച് കാരണം മറ്റൊരു കോയിലിൽ ഇലക്ട്രിക് കറന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഓർ ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം കോയിൽ. അതേ കോയിലിന്റെ ഫ്ലക്സ് ചേഞ്ചിന്റെ വേരിയേഷൻ കാരണം അതേ കോയിലിൽ തന്നെ, സെയിം കോയിലിൽ തന്നെ ഒരു കറന്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു കോയിൽ, വിസിനിറ്റിയിൽ ഇരിക്കുന്ന മറ്റൊരു കോയിൽ കാരണമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്നും വിളിക്കും. ഇനി അതിന്റെ ഒരു ജനറൽ ഒരു ഫോർമുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ബോത്ത് കേസസ്, സെൽഫ് ഇൻഡക്ഷന്റെ കേസിലാണെങ്കിലും മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലാണെങ്കിലും, ദ ഫ്ലക്സ് ത്രൂ എ കോയിൽ ഈസ് പ്രപ്പോർഷണൽ ടു ദ കറന്റ്. ഇതിലുണ്ടാകുന്ന ഫ്ലക്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്ന കറണ്ട്. ഇപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ ഓർത്ത് അറിയാം, ഒരു കോയിൽ ഇവിടെ ഉണ്ട്, ആ കോയിലിൽ കറണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കറണ്ടിന് കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ കാരണമാണ് രണ്ടാമത്തേനകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടും എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ശരിയാണല്ലോ? അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കറണ്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്. കണ്ടുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഇലക്ട്രിക് കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട്. ക്ലിയർ ആണല്ലോ? രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d∅dt ഈസ് പ്രപ്പോർഷണൽ ടു di/dt. രണ്ടിനെയും ഡിഫറൻഷിയേഷൻ എടുക്കുന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ d∅dt, റൈറ്റ് സൈഡിൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ di/dt ഈസ് പ്രപ്പോർഷണൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം, d∅dt എന്ന് പറഞ്ഞാൽ EMF ആണ്. നമ്മൾ ഒന്നാമത്തെ ഫാരഡേസ് ലോയ്ക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ലോ എന്നായിരുന്നു? EMF E is equal to minus d∅dt എന്നായിരുന്നു. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. EMF is equal to minus d∅dt ആണെന്നുള്ള കാര്യം നമുക്ക് എന്തിൽ നിന്നറിയാം? നമ്മുടെ ഫാരഡേസ് ലോയ്ക്കകത്തുനിന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് EMF ആണെന്ന്, അങ്ങനെയാണ് റൈറ്റ് സൈഡും EMF തന്നെയാണല്ലോ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, EMF is equal to minus di/dt എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? EMF is proportional to minus d∅dt നമുക്കറിയാം. d∅dt di/dt യോട് പ്രപ്പോർഷണൽ ആണ് നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാന്ന് എഴുതാം? EMF is proportional to minus di/dt എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി ആ പ്രപ്പോർഷണാലിറ്റി സൈനെ മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യണം. സോ ഈക്വൽ ടു സൈനിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ, പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കണമെങ്കിൽ EMF is equal to some constant into di/dt. ഇപ്പൊ ഞാൻ രണ്ട് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കേസിൽ EMF is equal to minus L ആണ് അവിടെ കോൺസ്റ്റന്റ് ഞാൻ ഇട്ടിരിക്കുന്നത്, di/dt എന്ന് എഴുതി. ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ ഒരു കോൺസ്റ്റന്റ് M കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് രണ്ട് കോൺസ്റ്റന്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, സെൽഫ് ഇൻഡക്ഷന്റെ കേസിലാണ് നമ്മൾ L കൊടുക്കും, മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ അവിടുത്തെ കോൺസ്റ്റന്റിനെ നമ്മൾ M കൊടുക്കും. ക്ലിയർ ആണല്ലോ? സോ ഫോർമുലേഷൻ ഒരിക്കൽ കൂടി നോക്കുക, വളരെ സിമ്പിൾ ആണ്. Phi is equal to I, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d∅ by dt is equal to di/dt.
ഇനി d5/dt എന്ന് പറഞ്ഞാൽ EMF ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് di/dt എന്ന് പറഞ്ഞാൽ EMF ആ. d5/dt എന്ന് പറഞ്ഞാൽ EMF is equal to മൈനസ് d5/dt ആണ്. അതുകൊണ്ടാണ് EMF is equal to മൈനസ് di/dt എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ EMF is equal to സം കോൺസ്റ്റന്റ് ഇൻറ്റു di/dt. അത് സെൽഫ് ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ കോൺസ്റ്റന്റ് L ആണ്, മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ കോൺസ്റ്റന്റ് M ആണ്. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിയെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ്, M എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പൊ ഈ ഹെഡിങ് കൊടുത്തിരിക്കുന്ന ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ആ ഫിനോമിനെ വിളിക്കുന്നത് ഇൻഡക്ഷൻ എന്നാണ്. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. ശരിയാണല്ലോ. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ വിളിക്കുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഏതാണ്? സെൽഫ് ഇൻഡക്റ്റൻസിനും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനും ഈ കോൺസ്റ്റന്റുകൾ എല്ലിനും എമ്മിനും നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ എല്ലും എമ്മും എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് എടുക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫിനോമിന മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് കോയിൽ ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു കോയിലിന്റെ ഫ്ലക്സ് ചേഞ്ച് കാരണം അടുത്തിരിക്കുന്ന ഒരു വിസിനിറ്റിയിൽ ഇരിക്കുന്ന മറ്റൊരു കോയിലിൽ കറണ്ട് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഫിനോമിന ഓഫ് ഇൻഡ്യൂസിംഗ് EMF ഇൻ എ കോയിൽ. ഒരു കോയിലിൽ ഇൻഡ്യൂസിംഗ് EMF ഉണ്ടാകുന്നു ഡ്യൂ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ നിയർ ബൈ കോയിൽ. അടുത്തിരിക്കുന്ന കോയിലിലെ കറണ്ടിന്റെ വേരിയേഷൻ കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. അത് കാരണം തൊട്ടടുത്തിരിക്കുന്ന വിസിനിറ്റിയിൽ ഇരിക്കുന്ന മറ്റൊരു കോയിലിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്ന ഫിനോമിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ആ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചായിരുന്നു. ഏതാണ്? EMF is equal to മൈനസ് M di/dt എന്ന് എഴുതി വെച്ചായിരുന്നു. നമുക്ക് ആ M എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് സോളിനോയിഡ് എടുക്കുന്നു. ഒരു പുറത്തൂടെ ഒരു സോളിനോയിഡ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു സോളിനോയിഡ് വെക്കുന്നു. ക്ലിയർ ആണല്ലോ. അവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ആ പുറത്തിരിക്കുന്ന സോളിനോയിഡിനകത്തോടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്നു. അപ്പൊ സോളിനോയിഡിനകത്തോടെ കറണ്ട് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിനാണ് അകത്ത് ഒരു സോളിനോയിഡ് വെച്ചിട്ടുണ്ട്. അപ്പം പുറത്ത് ഒരു സോളിനോയിഡ് ഉണ്ട്, അതിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ മറ്റൊരു കോയിൽ വെച്ചിരിക്കുക. അപ്പൊ ആ കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ പുറത്തിരിക്കുന്ന സോളിനോയിഡ് കാരണം അകത്തിരിക്കുന്ന സോളിനോയിഡിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു എക്സാമ്പിൾ ആണ്, ആ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കേസ് നമുക്ക് എഴുതി വെക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മുടെ മുമ്പിലത്തെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്നല്ല എഴുതിയിരിക്കുന്നത്. അതേ ഇക്വേഷൻ തന്നെ നമ്മൾ താഴെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു ഐ. അല്ലെങ്കിൽ നമുക്ക് എന്നാന്ന് എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ നമ്മുടെ കോൺസ്റ്റന്റ് എന്താണ്? M ആയിരുന്നു. അപ്പൊ നമുക്ക് എന്നാന്ന് എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഐ എന്ന് എഴുതാം. ശരിയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, ഫൈ ഈസ് ഈക്വൽ ടു ഐ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അതിനകത്ത് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് M ഇൻറ്റു ഐ എന്ന് എഴുതാം. അതേ ഇക്വേഷൻ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഐ. ഇനി ഇവിടെ N വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സോളിനോയിഡിന് നമ്മുടെ ഒരു നമ്പർ ഓഫ് ടേൺസ് അല്ല, പല നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് കൊണ്ട് അവിടെ N വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് N ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഐ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ 1 എന്നും 2 എന്നും കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം മ്യൂച്വൽ ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഒന്നാമത്തെ ഒരു കോയിലിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം രണ്ടാമത്തെ കോയിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് 1, 2 എന്നുള്ള സഫിക്സ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം N1 Φ1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം. I1 എന്നല്ല, ഞാൻ I2 എന്നാണ് കൊടുത്തത്. കാരണം ഒന്നാമത്തേതിലെ വേരിയേഷൻ കാരണം രണ്ടാമത്തേതിലാണ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്. ശരിയാണല്ലോ. അതുകൊണ്ടാണ് N1 Φ1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് M ഇൻറ്റു I2. I1 എന്ന് കൊടുക്കാതെ I2 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഇക്വേഷൻ ആണ്. ഏതാണ്? നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ചുള്ള നമ്മുടെ ഇക്വേഷൻ ആണ്. ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്നുള്ള ഇക്വേഷൻ തന്നെ ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഐ എന്ന് എഴുതി. N നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് കൊണ്ട് N ഫൈ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഐ എന്ന് എഴുതിയ ഇക്വേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വന്നു നിൽക്കുന്നത്. നമുക്കതിൽ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് N1 Φ1 എന്നാണ് വന്നിരിക്കുന്നത്. സോ N1 Φ1 നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. N1 ഫസ്റ്റ് ഓഫ് ഓൾ N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. നമുക്ക് അതിനെ നമ്പർ ഡെൻസിറ്റിയുടെ ടേമിൽ മാറ്റിയാൽ നമുക്കറിയാം നമ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്.
ശരിയാണല്ലോ. നമ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അങ്ങനെയാണ് താഴെ കിടക്കുന്ന ലെങ്തിനെ നമ്പർ ഡെൻസിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. നമ്മളിതൊക്കെ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ n1 പകരമാണ് സ്മോൾ n1 ഇൻറ്റു എൽ എന്ന് എഴുതിയിരിക്കുന്നത്. സ്മോൾ n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ നമ്പർ ഡെൻസിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് തന്നെയായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ n1 പകരം സ്മോൾ n1 ഇൻറ്റു എൽ എന്ന് കൊടുത്തു. അപ്പൊ n1 പകരമുള്ള കൊടുത്തു. അടുത്തുള്ള 5 എന്നുള്ളതാണ്. 5 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഫ്ലെക്സ് ആണ്. ഫ്ലെക്സിനെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. മാഗ്നറ്റിക് ഫ്ലെക്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്നായിരുന്നു. ബി എ കോസ് തീറ്റ. ശരിയാണല്ലോ. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബി ഡോട്ട് എ, ബി ഇൻറ്റു എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സോളിനോയിഡ് ആണ്. സോളിനോയിഡിന്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം μ0 ni എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതാണ് μ0 n2i2. n2i2 എന്ന് കൊടുക്കാൻ രണ്ടാമത്തെ കോയിലിലെ കറണ്ട് കാരണമാണ് ഒന്നാമത്തെ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കോയിലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ 2 എന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് μ0 n2i2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കോയിലിനെ കുറിച്ച് ആയതുകൊണ്ട് ഒന്നാമത്തെ കോയിലിന്റെ ഏരിയ നമുക്കറിയാം. സോളിനോയിഡിന്റെ ഒരു എൻഡിന്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിൾ പോലെ വരും. സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അതാണ് ഇവിടെ പൈ r1 സ്ക്വയർ വന്നിരിക്കുന്നത്. ഇവിടെ ഈ മൊത്തം ഇക്വേഷൻ നോക്കിയാൽ നമ്മൾ 3 ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ n1 ∅1. അതിന്റെ n1 എന്ന് പറയുന്നത് ഇവിടുത്തെ സ്മോൾ n1 ഇൻറ്റു എൽ ആണ്. അതാണ് ഈ n എന്ന് പറയുന്നത്. ആണ് ഫസ്റ്റ് ബ്രാക്കറ്റ്. അടുത്ത ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അത് ബി ഇൻറ്റു എ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്. ആ ഏരിയ ആണ് പൈ r1 സ്ക്വയർ എന്ന് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0 ni ആണെന്നുള്ളത് നമ്മൾ മുമ്പ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ 3 ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത്. n1 പകരം സ്മോൾ n1 ഇൻറ്റു എൽ, ഫൈക്ക് പകരം ബി ഇൻറ്റു എ എന്നാണ്. ബി ആണ് ഇവിടെ μ0 n2i2, എ ആണ് പൈ r1 സ്ക്വയർ. ഇവിടെ എന്തുകൊണ്ട് 1 വന്നു, ഇവിടെ എന്തുകൊണ്ട് 2 വന്നെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കോയിലിലെ കറണ്ടിന്റെ വേരിയേഷൻ കാരണമാണ് ഒന്നാമത്തെ കോയിലിൽ ഫ്ലക്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കറണ്ട് എവിടെയാണോ കറണ്ട് രണ്ടാമത്തെ കോയിലാണ് അവിടുത്തെ ഉള്ള ടേമുകൾക്ക് 2 എന്ന് നമ്മൾ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഞാനിവിടെ μ0 ആദ്യമേ എടുത്ത് എഴുതി. n1 n2 പൈ r1 സ്ക്വയർ എൽ i2. ഒന്നുമില്ല, ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ കിട്ടിയ ഇക്വേഷനും ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ n1 ∅1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു i2 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ നോക്കിയേ, ഇവിടെയും ഫൈനൽ ടേം ഒരു i2 ആണ്. ലാസ്റ്റ് ടേം ഇവിടെ ഒരു i2 ആണ് വന്നിരിക്കുന്നത്. ശരിയാണല്ലോ. ബാക്കിയുള്ള ടേം എന്താണ്? μ0 n1 n2 പൈ r1 സ്ക്വയർ എൽ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ n1 ∅1 ഈസ് ഈക്വൽ ടു mi2 എന്ന് എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന n1 ∅1 ഈസ് ഈക്വൽ ടു μ0 n1 n2 പൈ r1 സ്ക്വയർ എൽ i2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ട് ഇക്വേഷൻ കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു i2 ഉണ്ട്, ഇവിടെ ഒരു i2 ഉണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വന്നിരിക്കുന്ന ടേം ആണ് ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത്. എമ്മിന്റെ സ്ഥാനത്ത് കിട്ടിയിരിക്കുന്ന ടേം ആണ് μ0 n1 n2 പൈ r1 സ്ക്വയർ എൽ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നതാണിത്. μ0 n1 n2 പൈ r1 സ്ക്വയർ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. ഞാനൊരു സോളിനോയിഡ് ഒരു എക്സാമ്പിൾ വെച്ച് NCERT പറഞ്ഞിരിക്കുന്ന സോളിനോയിഡ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്നുള്ള ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് ഇപ്പൊ കിട്ടിയത്. ഇപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്നുള്ള ടേം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സോളിനോയിഡിന്റെ അകത്ത് മറ്റൊരു സോളിനോയിഡ് വെച്ചായിരുന്നു. കാരണം മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയതുകൊണ്ട് ഒന്നാമത്തെ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന്റെ ഉള്ളിലിരിക്കുന്ന മറ്റൊരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന കറണ്ട് ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുമ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഒറ്റ സോളിനോയിഡ് മാത്രം മതി. അപ്പൊ ഒറ്റ സോളിനോയിഡ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സോളിനോയിഡിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്നു, അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് അതേ സോളിനോയിഡിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അതേ സോളിനോയിഡിൽ ഒരു ബാക്ക് EMF ഉണ്ടാവും. നമ്മൾ നേരത്തെ കൊടുത്ത കറണ്ടിനോട് ഓപ്പോസിറ്റ് ആയിട്ടൊരു കറണ്ട് ഉണ്ടാവും. ആ പ്രോസസ്സിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അന്നേരമുള്ള കോൺസ്റ്റന്റിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പം സെൽഫ് ഇൻഡക്ഷന്റെ കേസിലോട്ട് വരുമ്പോൾ രണ്ട് കോയിലൊന്നും വേണ്ട, ഒറ്റ സോളിനോട് മതി. ഒറ്റ സോളിനോട് ആകുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ എങ്ങനെ മാറുമായിരിക്കും എന്ന് പറഞ്ഞാൽ n1 n2 എന്നുള്ള കേസൊന്നുമില്ല. n എന്നും i1 എന്നും l എന്നും ഒക്കെ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ മാറുന്ന μ0 ഇവിടെ n1 n2 പകരം n ഇൻറ്റു, ഇപ്പൊ n2ന്റെ അവിടെ ഒരു n വരും, n1ന്റെ അവിടെ ഒരു n വരും. ഇപ്പൊ 2 n വരും.
N1 N2 എന്ന് രണ്ടായിട്ട് കൊടുക്കണ്ട, കാരണം സെൽഫ് ഇൻഡക്ഷന്റെ കേസിൽ ഒറ്റ കോയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ N1 N2 എന്ന് 2 കൊടുക്കണ്ട, രണ്ടിനും N എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ N സ്ക്വയർ എന്നാവും. പൈ R1 L എന്നായിരിക്കും നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. നമുക്ക് ചെക്ക് ചെയ്യാം. സോ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ സെൽഫ് ഇൻഡക്ടൻസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഒരു സോളിനോയിഡ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഒരു ഡിറക്ഷന് കറന്റ് കൊടുക്കുന്നു, അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ആ സോളിനോയിഡ് ഇരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ എടുത്ത കേസിൽ 1 എന്നോ 2 എന്നോ ഒന്നും കൊടുക്കേണ്ട, കാരണം നമുക്ക് ആകെ ഒരു സോളിനോയിഡേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 1, 2 എന്ന് നേരത്തെ കൊടുത്തത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ N5 ഈസ് ഈക്വൽ ടു L ഇൻറ്റു I എന്ന് മാത്രം നമുക്ക് കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് എഴുതിയിരിക്കുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ, മുമ്പ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്നായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ N1 ഈസ് ഈക്വൽ ടു M ഇൻറ്റു I2 എന്നായിരുന്നു. ഇവിടുത്തെ കേസിൽ N5 ഈസ് ഈക്വൽ ടു M മാറ്റിയിട്ട് L ആക്കണം, കാരണം നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. L ഇൻറ്റു I2 എന്നൊന്നും കൊടുക്കണ്ട, I എന്ന് കൊടുത്താൽ മതി, കാരണം നമുക്ക് ഒറ്റ കോയിലേ ഉള്ളൂ. അതേ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. N5 ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് N5 എന്താണെന്നാണ് നമ്മൾ എഴുതുന്നത്. അതാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. N5 എന്താണെന്ന് ചോദിച്ചാൽ N നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്യാപിറ്റൽ N, നമ്പർ ഓഫ് ടേൺസിനെ നമുക്ക് എന്നാന്ന് എഴുതാം? നമ്പർ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്പർ ഡെൻസിറ്റി ഇൻറ്റു L എന്ന് എഴുതി. അടുത്ത ഫൈയെ നമുക്ക് എന്നാന്ന് എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. B ഇൻറ്റു A. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. B ആണ് മാഗ്നറ്റിക് ഫീൽഡ്, μ0 Ni. ഏരിയയ്ക്ക് ഇവിടെ പൈ R സ്ക്വയർ എന്ന് എഴുതാൻ 1 എന്നോ 2 എന്നോ എഴുതണ്ട, പൈ R സ്ക്വയർ. അപ്പൊ പൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ ആണ്, സർക്കിളിന്റെ ഏരിയ ആണ്. μ0 Ni എന്ന് പറഞ്ഞാൽ ഒരു സോളിനോഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനുമാണ്. അപ്പൊ നോക്കിയേ, N5യുടെ അവിടെ N-ന്റെ അവിടെ N ഇൻറ്റു L, സ്മോൾ ലെറ്റർ N ഇൻറ്റു L, നമ്പർ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത്. അതായി ഫൈക്ക് B ഇൻറ്റു A എന്നാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് μ0 Ni, ഏരിയ പൈ R സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ ഒന്ന് ഞാൻ റീ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. μ0 ആദ്യമേ എഴുതി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ ഒരു N ഉണ്ട്, രണ്ട് N കൂടെ കൂടുമ്പോൾ N സ്ക്വയർ വന്നു. പിന്നെ പൈ R സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. L അവസാനത്തെ I. അപ്പൊ ഒന്ന് റീ അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയാണ് μ0 N സ്ക്വയർ പൈ R സ്ക്വയർ L I എന്ന് കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന N5 ആണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് N5 ഈസ് ഈക്വൽ ടു L I എന്നാണ്. അപ്പൊ ആ രണ്ട് ഇക്വേഷനോട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും N5 തന്നെയാണ്. സോ L I അവസാനത്തെ ടൈം നോക്കി, ഇവിടെ I ആണ്, ഇവിടുത്തെ I ആണ്. അപ്പം ബാക്കി വന്നിരിക്കുന്ന L-ന്റെ അവിടെ വന്നിരിക്കുന്ന എന്നാ? μ0 N സ്ക്വയർ പൈ R സ്ക്വയർ L എന്നാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിയേ, μ0 N സ്ക്വയർ പൈ R സ്ക്വയർ L എന്നാണ്. അപ്പൊ അതാണ് നമ്മുടെ L-ന്റെ ആ ഒരു പ്ലേസിൽ കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ രണ്ടും സോളിനോയിഡ് വെച്ച് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ മുമ്പ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ സോളിനോയിഡിന്റെ കേസ് നമുക്ക് കിട്ടിയ മ്യൂച്വൽ ഇൻഡക്ടൻസ് μ0 N1 N2 പൈ R1 സ്ക്വയർ L എന്നായിരുന്നു. ഞാനിപ്പോ പറഞ്ഞായിരുന്നു സെൽഫ് ഇൻഡക്ഷന്റെ കേസ് വരുമ്പോൾ N1 N2 എന്നൊന്നും പറയാൻ രണ്ട് കോയിലൊന്നും ഇല്ല, ഒറ്റ കോയിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് μ0 N1നും N2 കൂടെ കൂട്ടി ഒറ്റ N ഉള്ളൂ. അപ്പം N സ്ക്വയർ വരും. N1 N2 സെപ്പറേറ്റ് ചെയ്ത് പറയണ്ട. N സ്ക്വയർ പൈ R സ്ക്വയർ L എന്നാണ്. അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. μ0 N സ്ക്വയർ പൈ R സ്ക്വയർ L എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഈ ഒരു സെഷൻ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താൽ, ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന പറഞ്ഞാല് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു കോയിൽ കാരണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാകുന്ന പ്രോസസ്സ്. അല്ലെങ്കിൽ ഒരു കോയിലിൽ കറണ്ട് ഉണ്ട്, അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതേ കോയിലിൽ മറ്റൊരു കറണ്ട് ഉണ്ടാകുന്ന കേസ്. ഇതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്, സെൽഫ് ഇൻഡക്ഷനും ഉണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു കോയിൽ കാരണം, വിസിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു കോയിലിലെ കറണ്ടിലെ വേരിയേഷൻ വന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം തൊട്ടടുത്തിരിക്കുന്ന ഒരു കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കോയിലുകളിലും ഉള്ളതാണ്. നമ്മൾ സാധാരണ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളതാണ്. കാരണം ഒരു വയറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ആ വയർ ഇരിക്കുന്നത്. അപ്പം സ്വന്തം കറണ്ട് കാരണം, സ്വന്തം കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ കാരണം സ്വന്തം അവനവന് തന്നെ ഒരു ബാക്ക് കറണ്ട്, നമ്മൾ നേരത്തെ സപ്ലൈ ചെയ്യുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാക്ക് കറണ്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടുപേരുടെയും കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് മ്യൂച്വൽ ഇൻഡക്ടൻസും സെൽഫ് ഇൻഡക്ടൻസും. അത് സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ നിങ്ങളുടെ NCERT പ്രൂവ് ചെയ്തിരിക്കുന്നത് പോലെ സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും പ്രൂവ് ചെയ്തും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായി ഡിസ്കസ് ചെയ്യേണ്ടത് AC ജനറേറ്റർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് AC ജനറേറ്റർ കാണാം. കേട്ടിരുന്നതിന് നന്ദി.